താങ്ക് യു ജീസസ്. റീബാനശാന്തരകലഹസ്തനെ. ഹോളി സ്പിരിറ്റ് താങ്ക് യു. എത്ര പേര് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ? പ്രസൻസ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഫീൽ റൈറ്റ്, യുവർ എക്സ്പീരിയൻസ് റൈറ്റ്. ആമേൻ. ഞാനൊന്ന് വൈഫിനോട് പറയാൻ, ഇന്ന് എത്ര മണിക്കൂർ പ്രാർത്ഥിച്ചു? എന്നോട് പറഞ്ഞത് 45 മിനിറ്റ് രാവിലെ പ്രാർത്ഥിച്ചു. നല്ല ദൈവസാന്നിധ്യം അറിയാം. അപ്പം വേണ്ടിയില്ല. നമ്മൾ 10 മിനിറ്റ്സ് പ്രാർത്ഥിച്ചാലും ദൈവസാന്നിധ്യം അറിഞ്ഞെങ്കിൽ ഇതിനേക്കാവും. 40 മിനിറ്റ്സ് പ്രാർത്ഥിച്ചാലും ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ഇതിനേക്കാവും. മനസ്സിലായോ? ഇല്ല, കാര്യമില്ല. നമ്മുടെ പ്രാർത്ഥന വെറുതെ. 1 അവർ വർഷിപ്പ് ചെയ്താലും ദൈവസാന്നിധ്യം വന്നില്ലെങ്കിൽ വെറുതെ. സഭായോഗം 2 മണിക്കൂർ 3 മണിക്കൂർ കൂടിയിട്ട് ദൈവസാന്നിധ്യം ഉണ്ടെങ്കിൽ ആ സഭായോഗം വെറുതെയാണ്. വെറുതെ നമ്മുടെ സമയങ്ങൾ. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവസാന്നിധ്യം വരണം. നമ്മൾ ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് വരും, ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് വരും, ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് വരും. ആ ദൈവസാന്നിധ്യം വരുമ്പോഴാണ് നമ്മുടെ പ്രാർത്ഥന ആവശ്യമൊക്കെ പറയുന്നത്. അവിടെ ദൈവം കേൾക്കുന്നത്. മനസ്സിലായോ? അല്ല, നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എവിടെയാ പ്രാർത്ഥന പറയും? ഫ്ലഷിലുള്ള പ്രാർത്ഥന. ഫ്ലഷിലുള്ള പ്രാർത്ഥന ദൈവം കേൾക്കത്തില്ല. ജാതികൾ അങ്ങനെ പ്രാർത്ഥിക്കും, കേൾക്കത്തില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല. വെറുതെ സമയങ്ങളെയാണ്. അതുകൊണ്ട് ദൈവസാന്നിധ്യത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും കർത്താവ് സറണ്ടർ ചെയ്യുക. അതിനാണ് കർത്താവ് പറഞ്ഞത്, എന്താണ്? നീ ആരും കാണാൻ കുടിക്കാത്ത പോയിരിക്കുക, എല്ലാം അടയ്ക്കുക, വാതുകളെല്ലാം അടയ്ക്കുക, മൊബൈലെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യും. അന്ന് മൊബൈൽ ഇല്ലായിരുന്നു. ഞാൻ ഇപ്പം പറയാം, മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യും, അതെല്ലാം മാറ്റി വെക്കുക, അല്ലേ? ടി വി എല്ലാം ഷട്ട് ഡൗൺ ചെയ്യും. പട്ടി ഉണ്ടെങ്കിൽ, ഡോഗ് ഉണ്ടെങ്കിൽ കിക്ക് ചെയ്ത് പുറത്താക്കുക. നമുക്ക് പെറ്റൊക്കെ വളർത്തുന്നവരാ, അവിടെ പുറത്താക്കുക. അപ്പൊ എല്ലാം ഷട്ട് ഡൗൺ ചെയ്യണം. എന്നിട്ടാണ് ദൈവസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവേ വരണം. അപ്പൊ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കർത്താവ് വരും. ഇൻവൈറ്റ് ചെയ്യണം. നമ്മൾ കർത്താവിനെ ഇൻവൈറ്റ് ചെയ്യണം. അതിനാണ് നമ്മൾ വെൽക്കം ഹോളി സ്പിരിറ്റ് പറയുന്നത്. വെൽക്കം ഹോളി സ്പിരിറ്റ്, അല്ലേ? കാരണം ഈസ് എ പേഴ്സൺ. നമ്മൾ ഇങ്ങനെ വിളിച്ചോട്ടെ, പ്ലീസ് കം, പ്ലീസ് കം. പരിശുദ്ധാത്മാവ് നമ്മൾ വരും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയമായിട്ട്, നമ്മുടെ സ്പിരിറ്റുമായിട്ട് ഇടപെടുന്നത്. അപ്പോഴാണ് നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഓടിറങ്ങുന്നത്. ആ ദൈവസാന്നിധ്യം പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത്. അത് ചിലപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കാം, അരമണിക്കൊണ്ട് പ്രാർത്ഥിക്കാം, 1 മണിക്കൂർ കൊണ്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രാവിലെ 45 മിനിറ്റ് എഴുന്നേറ്റ് ദൈവസാന്നിധ്യമില്ല, എനിക്ക് ജോലിക്ക് പോകണം. കർത്താവ് നീ വന്നില്ലല്ലോ, ഞാനെങ്ങനെ പോകുന്നത്? ഞാൻ അത് ബാക്കി എന്ന വണ്ടിക്ക് അതിന് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ ഞാൻ 1 മണിക്കൂർ ട്രാവൽ ചെയ്യണം. ഞാൻ എല്ലാം ഷട്ട് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. ഏകദേശം 45 മിനിറ്റ് പിന്നെയും പ്രാർത്ഥിച്ചപ്പോഴാണ് എൻ്റെ കാറിൻ്റെ അകത്ത് ദൈവസാന്നിധ്യം അടങ്ങുന്നത്. മനസ്സിലായി? അപ്പൊ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കാം രാവിലെ? അത്രയും നേരം സംസാരിച്ചപ്പോഴാണ് ദൈവമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ ദൈവമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആണ്. അത്ര നേരം ദൈവമായിട്ട് സംസാരിച്ചപ്പോഴാണ് കർത്താവ് എന്നത്. നമ്മൾ ഡോക്ടറിലേക്ക് പോവോ? എങ്ങനെയാ പോകുന്നത്? സിസ്റ്റർ ഒരു നേഴ്സാണല്ലോ, എങ്ങനെയാ പോകുന്നത്? അപ്പോയിന്റ്മെന്റ് എടുക്കണം, അല്ലേ? ചുമ്മാ ഓടിപ്പോയി ഡോക്ടറെ കാണാൻ പറ്റുമോ? ഇല്ല. നമ്മൾ വിളിക്കണം, നമ്മുടെ ആ ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം, അല്ലേ? നമ്മൾ ഡോക്ടറെ അപ്പോയിന്റ്മെന്റ് ചെയ്യണം, അപ്പോയിന്റ് എടുക്കണം. ആ ടൈം വരെ കാത്തിരിക്കണം. നല്ലൊരു പോയിന്റാണ്. ചിലപ്പോ 1 ആഴ്ചയായിരിക്കും കാത്തിരിക്കേണ്ടത്. എന്നിട്ടാ പോയി കാണുന്നത്, അല്ലേ? എന്നിട്ട് ഓടിച്ചത് കാണാൻ പറ്റുമോ? ഇല്ല. അവിടെ ഇരിക്കണം. നമ്മുടെ ടൈം ആവുമ്പോഴേ ഒരു വിളിക്കത്തുള്ളൂ, എന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ കർത്താവിനെ കാണണമെങ്കിൽ ഈസി അല്ല. വില കൊടുത്തെങ്കിൽ മാത്രമേ യേശുവിനെ കാണാൻ പറ്റത്തുള്ളൂ. സമയം കൊടുത്തെങ്കിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മനസ്സിലായല്ലോ? സമയം കൊടുക്കണം. ഒരു സിസ്റ്റർ എന്നെ വിളിച്ചിട്ട്, പാസ്റ്ററെ എനിക്ക് ഒരുപാട് വിഷയങ്ങളുണ്ട്, എൻ്റെ ഇടയ്ക്ക് ഞാൻ വിളിക്കുന്നത്. ഞാൻ പറയാം, എല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ സിസ്റ്റർ. മനസ്സിലായോ? അതിന് പാസ്റ്റർ എങ്ങനെ പറയുന്നത്? എനിക്കൊരു പ്രാർത്ഥിക്കാൻ വിളിക്കും. ഞാൻ പറയാം, സിസ്റ്ററിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാൽ മതി, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പോവും, ഞാനിവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ തിരക്കെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിക്കുക. അല്ല, നിങ്ങൾ ഈ തിരക്കിൻ്റെ ഓടി വന്ന് യേശുവിനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാ വിടുതലൊന്നും നടക്കത്തില്ല. നിങ്ങൾ ആദ്യം ആരെ കാണണം? യേശുവിനെ കാണല്ലേ? യേശുവിന് വേണ്ടി സമയം മാറ്റി വെക്കണം. സമയം മാറ്റി വെക്കുമ്പോഴാണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. കർത്താവ് നമുക്ക് വിടുതൽ തരുന്നത്. അല്ല, നമ്മുടെ വിഷയങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പോയി കർത്താവിന്റെ അരികെ പോയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ല. പറയുന്നത് കറക്റ്റ് അപ്പുറം.
ഒന്നും സംഭവിക്കത്തില്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ പ്ലാൻ മാറ്റണം. എങ്ങനെയാണ്? കർത്താവ് കഴിഞ്ഞിട്ട് എന്റെ കാര്യം, കർത്താവ് കഴിഞ്ഞിട്ട് എന്റെ കുടുംബകാര്യം, കർത്താവ് കഴിഞ്ഞിട്ട് എന്റെ പിള്ളേരുടെ കാര്യം. അപ്പൊ ആദ്യം ആർക്ക് സമയം കൊടുക്കണം? കർത്താവിന് കൊടുക്കണം. എനിക്ക് 4 മണിക്ക് ഡ്യൂട്ടിക്കുക. അപ്പൊ ഞാൻ എത്ര മണിക്കൂർ എഴുന്നേക്കണം? 2 മണിക്ക് എഴുന്നേക്കണം. ഞാൻ പ്ലാൻ ചെയ്തു. ഞാൻ അലാം വെച്ചു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു 2 മണിക്ക് എന്നെ എഴുന്നേൽപ്പിക്കണം. എന്തിനാ? 1 മണിക്കൂർ പ്രാർത്ഥിക്കാൻ മിനിമം, അല്ലേ? പിന്നെ റെഡി ആകണം, പോണല്ലോ, എല്ലാം കുക്ക് ചെയ്ത് മീൻസ് രാവിലെ എല്ലാം പൊതിക്കെട്ടി പോണല്ലോ. 1:55 ആകുമ്പോൾ ദൈവം വിളിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. അതിനുശേഷം അലാം അടിക്കുന്നത്. ചാടി എഴുന്നേറ്റു, പ്രാർത്ഥിക്കായിരുന്നു. നമ്മൾ 45 മിനിറ്റ് ആ സമയത്ത് ഇരുന്നു. അപ്പൊ നമ്മൾ വില കൊടുക്കണം, അല്ലേ? ഞങ്ങളുടെ ഉറങ്ങുവാണെങ്കിലോ സുഖമായിട്ട് ഉറങ്ങാം. 1 മണിക്കൂറൂടെ ഉറങ്ങാൻ പറ്റത്തില്ല ബ്രദറെ? ഉറങ്ങാൻ പറ്റും. സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് 3 മണിക്ക് എഴുന്നേറ്റാൽ മതി. അരമണിക്കൂർ റെഡി, അല്ലെങ്കിൽ 3:45 എഴുന്നേറ്റാൽ മതി. 15 മിനിറ്റ് കുളിച്ചൊരു ഒറ്റ ഓട്ടോ ഓടിയാൽ മതി. അങ്ങനെ ഓടുന്നവരുണ്ടല്ലേ? അപ്പം വില കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഇതെന്നെ കാണിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക അനുഗ്രഹം ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ കർത്താവ് വെളിപ്പാട് കാണിക്കാം. എക്സാമ്പിൾ പറഞ്ഞ കർത്താവിനോട് പറയണം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതിച്ചോറ്. പൊതിച്ചോറിനകത്ത് എന്തൊക്കെയുണ്ട്? ചോറുണ്ട്, നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാ കറികളുണ്ട്, മീനുണ്ട്, തോരനുണ്ട്, അല്ലേ? മുട്ടയുണ്ട്, എല്ലാം ഉണ്ട് അതിനകത്ത്. അതുമായിട്ട് നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വേണ്ട എല്ലാ കർത്താവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പൊ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ന് ദൈവം ഇടപെടാക്കുക. നമ്മൾ പ്രാപിച്ചെടുക്കണം. ഓരോരുത്തരുടെ ആവശ്യങ്ങളനുസരിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോകും. ഹല്ലേലൂയ. അത് നമ്മൾ റിസീവ് ചെയ്യണം. കർത്താവ് ഞാൻ സ്വീകരിച്ചിട്ടേ പോകത്തു. ഞാൻ സ്വീകരിച്ചിട്ടേ പോകത്തു. ഞാൻ നിന്റെ ഡെലിവറൻസ് പ്രാപിച്ചിട്ടേ പോകത്തു. ദൈവസ്ഥാനത്തെ അറിഞ്ഞിട്ടേ പോകത്തു. ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറഖമാനസി. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവ് പറഞ്ഞ ഒരു വചനം വായിച്ചിട്ട് ഞങ്ങൾക്ക് തുടങ്ങാം. എന്നിട്ട് അവസാനം നമുക്ക് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നുകൂടെ വർഷിപ്പ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഓ, ഞങ്ങളുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാ ലീഡിംഗ് മീറ്റിംഗ്. ഒരു പുതിയ ബ്രദറാണ്, പേര് മനു, അല്ലേ? മനു. ഇത് ജിബിൻ. കഴിഞ്ഞ ആഴ്ച സിസ്റ്റർ വന്നായിരുന്നു, ഹസ്ബൻഡ്. അപ്പൊ നമ്മുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6:30 തുടങ്ങിയാല് 7 തുടങ്ങിയാല് ഇങ്ങനെ പോകുന്നു. ദൈവം പറയാൻ നിർത്താൻ പറഞ്ഞാൽ നിർത്തും. അങ്ങനെയുള്ള സാധാരണ ചെയ്യുന്നു. കുഴപ്പമില്ല, നമുക്ക് മുമ്പണേ നിർത്തും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഒത്തിരി പേര് വരും, പോവും. നമുക്കിത് ചർച്ചായിട്ടല്ല തുടങ്ങിയിരിക്കുന്നത്, ഡെലിവറൻസ് മിനിസ്ട്രിയാണ്. അതുകൊണ്ട് ഒരുപാട് പേര് വരുന്നു, പോകുന്നു, ഏതാ പ്രാർത്ഥിക്കുന്നു. അവർക്ക് വിടുതൽ കിട്ടുമ്പോൾ പിന്നെ അവരെ കാണാറില്ല, ഞാൻ വിളിക്കാറുമില്ല. അവർക്ക് വിടുതൽ കിട്ടിയില്ല, മതി. അത് നമ്മൾ ഈ ദിവസങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ പ്രാർത്ഥന ഓർക്കുക, അറിയാവുന്നവരോട് പറയുക. ഇതെല്ലാം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നും കർത്താവ് പറഞ്ഞു അനേക കുടുംബങ്ങളെ ഞാൻ അയക്കാൻ പോവാം. രാവിലെ കർത്താവ് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞു കുറേ ആൾക്കാരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കാൻ പോവാം. അപ്പം ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. ഒരു ഉണർവിന്റെ മീറ്റിംഗ് പോലെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ. മനസ്സിലായല്ലോ? ഒരു പ്രെയർ മീറ്റിംഗ് ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതനുസരിച്ച് ദൈവം ചെയ്യും. കർത്താവ് എന്നോട് ഇടപെട്ട വചനം ഇതാണ്. ഐസയ പ്രവചനം 43:19. ഐസയ 43:19. ഐസയ 43:19. യെശയ്യാ പ്രവചനം 43-ാം അധ്യായം 19-ാം വാക്യം. കണ്ട, ഒറ്റ വാക്യം എന്നോട് ദൈവം ഇടപെടും. ഇതാ ഞാൻ പുതിയതൊന്നും ചെയ്യും, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? ആമേൻ. നിങ്ങളുടെ കരം കയ്യിലോട്ട് നമ്മൾ വെച്ചേ, വചനത്തിൽ വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവ് തന്ന വചനത്തിനായി സ്തോത്രം. ഐ വിൽ മേക്ക് എ വേ ഇൻ ദ വൈൽഡ്നെസ്സസ് എന്നാണ് കർത്താവ് എഴുതിയിരിക്കുന്നത് അവിടെ. ആൻഡ് റിവേഴ്സ് ഇൻ ദ ഡെസേർട്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളുടെ ആവശ്യങ്ങൾ ആ വചനപ്രകാരം പ്രാർത്ഥിച്ചേ. നിങ്ങൾ വചനത്തിൽ കൈവച്ചിട്ട് ആ വചനപ്രകാരം പ്രാർത്ഥിച്ചേ. നിങ്ങളുടെ ആവശ്യം എന്താണ്? ഈ ഡെസേർട്ടിൽ നിങ്ങൾക്ക് വഴിയൊരുക്കണം. ഡെസേർട്ടിൽ നിങ്ങൾക്ക് നീരുറവ തുറക്കണം. ദ നെയിം ഓഫ് ജീസസ്.
കർത്താവ് പറഞ്ഞ ഞാൻ പുതിയതൊന്ന് ചെയ്യാൻ പോകുന്നു അല്ലെ, പുതിയതൊന്നും ചെയ്യാൻ പോകും. കർത്താവ് എനിക്ക് വേണ്ടി പുതിയതൊന്നും ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു പുതിയ മിനിസ്ട്രി, പുതിയ ആത്മാക്കള്, പുതിയ ജോലി. ഓ ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിവാഹം എല്ലാം വേണം, ഇതെല്ലാം പുതിയതായിട്ട്. ഐ വിൽ ഇവൻ മേക്ക് എ വേ ഇൻ ദ വൈൽഡ്നെസ്, കർത്താവിനെ പറയുന്നത് അല്ലെ, മരുഭൂമിയുടെ നടുവിൽ ഞാൻ വഴി ഒരുക്കും, മരുഭൂമിയുടെ നടുവിൽ ഞാൻ വഴി ഒരുക്കും. പ്രൈസ് ഗോഡ്. നല്ലൊരാണ്ട് കർത്താവ് ഇടപെടുന്നു, ഓരോരുത്തരുടെ ആവശ്യങ്ങൾ ഇടപെടട്ടെ. താങ്ക് യു ജീസസ്. കർത്താവ് തന്ന വചനത്തിനായ സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ ഐസയ 43:9 പറയുന്നു, ഐ വിൽ ഡു എ ന്യൂ തിങ്. ഞാൻ പുതിയൊരു കാര്യം ചെയ്യും. പഴയത് മറക്കുക കേട്ടോ. കർത്താവ് എപ്പോഴും ചെയ്യുന്നത് എന്താ? പുതിയ കാര്യം, പുതിയതാണ് ചെയ്യാൻ പോകുന്നത്. പുതിയത് അല്ലേ, നമുക്കതായാലും ഇഷ്ടം പുതിയത്. നമുക്ക് കർത്താവോട് പറയാം, പുതിയത് തന്നിരിക്കുന്നതിനായ സ്തോത്രം, പുതിയതായിട്ട് എനിക്ക് വഴിയിൽ ഒരുക്കിയിരിക്കുന്നതിനായ സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിൽ ഇടിയുന്ന വചനമാണ് പറയാറുള്ളത് എല്ലാ ആഴ്ചയും. ഇന്ന് ഈ വചനമാണ്. അതിൻ്റെ അകത്ത് പ്രോസ്പെരിറ്റി ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് ഡെലിവറൻസ് ഉണ്ടാവും, ഇതിൻ്റെ അകത്ത് ആത്മീയ അല്ലെ ജീവനുണ്ടാവും. ചില ദിവസങ്ങൾ ശുദ്ധീകരണമായിരിക്കും, അപ്പോൾ നമ്മൾ ശുദ്ധീകരണത്തിന് വചനം പറയും. അല്ല എല്ലാ ആഴ്ച നമ്മൾ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത്. ചില ദിവസങ്ങളിൽ നമുക്കല്ലേ പൈശാചിക ബന്ധങ്ങളെ തകർക്കാനുള്ള ശുശ്രൂഷയായിരിക്കും ദൈവം തരുന്നത്. അപ്പൊ ഇന്ന് പറഞ്ഞ് ഞാൻ പുതിയത് ഉണ്ടാക്കാൻ പോകുന്നു, പുതിയത് തരും. ഹല്ലേലൂയ. പുതിയത് തരും പറ. സോ ഐ വിൽ ഡു എ ന്യൂ തിങ്. കർത്താവ് പറയുകയാണ്, പുതിയതെന്തോ നമുക്ക് ലഭിക്കാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നു? പുതിയതെന്തോ ലഭിക്കാൻ പോവാ. ഞാനിങ്ങനെ നിങ്ങൾക്ക് ഞാൻ സാക്ഷി കേട്ടിട്ടുള്ള, ഞാൻ 18 വീലിന്റെ വാഹനം ഓടിച്ച് നടക്കുമായിരുന്നു. 18 വീല് വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? 10 മണിക്കൂർ ഞാൻ ഡ്രൈവ് ചെയ്യണം, സ്റ്റേറ്റ് ടു സ്റ്റേറ്റ്. അപ്പൊ കർത്താവ് ഒരു പുതിയൊരു മെത്തേഡ് ഇരിക്കുന്നു. എന്താണെന്നറിയാമോ? കണ്ണ് തുറന്നിരിക്കുമ്പോൾ വെളിപ്പാട് കാണുക. കണ്ണ് തുറന്നിരിക്കുമ്പോൾ തന്നെ വിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ല പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് കണ്ണടയ്ക്കേണ്ട ആവശ്യമില്ല, വിഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പുതിയത്, മനസ്സിലായോ? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പുതിയത് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കും. പുതിയത്. ഞാനൊരു റാമിന്റെ ഒരു ട്രക്ക് ഓടിച്ചോണ്ടിരുന്നു. അപ്പൊ അതിന്റെ ആ 4 വീൽ ഡ്രൈവിന്റെ ആ ഷാഫ്റ്റ് എന്തോ കേടായി. ഞാൻ കൊണ്ട് ശരിയാക്കി $500 കൊടുത്ത് ശരിയാക്കി. ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ ശബ്ദം തുടങ്ങി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ $500 കൊടുത്ത് ചെയ്തതാണ്, വീണ്ടും കൊണ്ടുപോയി ഞാൻ വീണ്ടും 500. എന്താ ചെയ്യണ്ടേ? എന്നോട് പറഞ്ഞു, നേരെ നീ ഫോർഡിൽ പോകാൻ, ഫോർഡിന്റെ ഷോറൂമിൽ പോകാൻ. ഞാൻ ഫോർഡിന്റെ ഷോറൂമിൽ ചെന്നപ്പോഴത്തെ ഒരുപാട് വണ്ടി കണ്ടു, ഭയങ്കര വില. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ട്രക്ക് വിളിക്കട്ടെ പോട്ടെ, റെഡ് കളർ. അത് കണ്ടു, മുന്നിൽ വെച്ച് കൊള്ളാം, ഓടിച്ചു നോക്കി, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താ വില ഇത്ര പറയും. ഞാൻ പറഞ്ഞപ്പം ലോൺ കിട്ടാൻ പാടാ, കാരണം വീട് വാങ്ങിച്ചുള്ളൂ, ക്രെഡിറ്റിനൊക്കെ പ്രോബ്ലമാണ്. പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അത് ട്രൈ ചെയ്തപ്പോഴത്തേക്ക് ലോൺ പാസ്സായി. പുതിയതൊന്നും കിട്ടാൻ ചെയ്യും കണ്ടോ? മറ്റേ വണ്ടി കൊടുത്തു. പുതിയതൊന്നും കർത്താവ് ചെയ്യും കണ്ടോ? പുതിയത്. അല്ലല്ലേ പുതിയത്. അപ്പം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പുതിയത് ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ലേ, എന്തുവാ യൂണിവേഴ്സ് അല്ലെ, ഉണ്ടാകട്ടെ എന്ന് ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. സയൻസ് പറയുന്ന 3 ശബ്ദങ്ങൾ ഒന്നിച്ചാണ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പോലെ എന്ന് പറയുന്നത്. അത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആ യൂണിവേഴ്സ് എപ്പോഴും ഇങ്ങനെ അത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2-3 ആഴ്ച പിന്നെ ഇങ്ങനെ കാറിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, ഒരു കാഴ്ച തന്നെ കാണിച്ചു തരാം. ഞാൻ കണ്ണടച്ചോ, കണ്ണടയ്ക്കുക എന്ന ദൈവം വിഷൻസ് അത് ആകാശത്തിലൂടെ പോയി. എന്റെ ദൈവം യൂണിവേഴ്സ് കാണിച്ചു തരും, അനേക നക്ഷത്രങ്ങളെ കാണിച്ചു തരാം. ആ നക്ഷത്രങ്ങളുടെ ഭംഗി കണ്ടപ്പോൾ തന്നെ നമുക്ക് ആ ദൈവത്തിന്റെ പ്രവൃത്തികൾ എല്ലാം അടുക്കി വെച്ചിരിക്കുക. മനസ്സിലായോ? അടുക്കി
അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ പറ്റൂല. രണ്ടും തമ്മിൽ എന്തെങ്കിലും ഡിസ്റ്റൻസിന് വില വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ പ്രോബ്ലം. എല്ലാം കർത്താവ് അടുക്കി വെച്ചിരിക്കാം. ദൈവത്തിന് കുറച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുക, ജീവനുള്ള ദൈവത്തെ വിശ്വസിക്കുക. അല്ലെ, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും, പുതിയത് ചെയ്യും. പുതിയത് എപ്പോഴും ആഗ്രഹിക്കും, പുതിയത്. രാത്രി പുതിയത് ആഗ്രഹിക്കണം, പുതിയത്. ഹല്ലേലൂയ. പുതിയ ശുശ്രൂഷകൾ, പുതിയ പ്രാർത്ഥനയുടെ വ്യത്യാസങ്ങൾ, പുതിയ രീതിയിൽ, പുതിയതായിട്ടുള്ള ജോലി, പുതിയ ഡിവിഷൻ, പുതിയ മാനേജർ, എല്ലാ ഭാരങ്ങളും മാറട്ടെ. ഇത് രാത്രി നമ്മൾ തന്നെ പറയണം, കർത്താവിന് പുതിയ തരുന്നതിനായ സ്തോത്രം, പുതിയ തരുന്നതിനായ സ്തോത്രം. ഹല്ലേലൂയ. പുതിയത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഈ ഒരു കുരുടൻ കർത്താവിനെ ഇരിക്കാൻ വന്നു, സൗഖ്യമാക്കണമോ? കർത്താവ് എന്ത് ചെയ്തു? നിലത്തോട്ട് തുപ്പിയല്ലേ, എന്നിട്ട് കുഴച്ചു, ആ മണ്ണ് കുഴച്ചു, അല്ലെങ്കിൽ ആ ചേറുണ്ടാക്കിയതാണ് മലയാളത്തിൽ ഇരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്ന മനുഷ്യനെ പൊടിയെന്നല്ല ഉണ്ടാക്കിയത്, ഡസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയത്. ഡസ്റ്റിനകത്തായിരിക്കും കർത്താവ് സ്പിറ്റ് ചെയ്തത്. എന്നിട്ട് കർത്താവ് എന്നെ കൈ കൊണ്ട് കുഴച്ചെടുത്തു, അല്ലെ, എന്നിട്ട് അവന്റെ കണ്ണിലോട് കുത്തിക്കയറ്റി, എന്നിട്ട് പറഞ്ഞു, ശിലോഹം കുളത്തിൽ പോയി നീ കഴുക, അല്ലെ, കഴുക. അവൻ പോയി കഴുകി. തിരിച്ചെങ്ങനെ വന്നത്? പുതിയ കണ്ണുമായിട്ടാ വന്നത്, പുതിയ കണ്ണുമായിട്ടാ വന്നത്, അല്ലേ? എന്നാ കർത്താവ് വെച്ച് വെള്ളം ഒഴിച്ചാൽ പോരായിരുന്നു? എന്താ വെള്ളം ഒഴിക്കാഞ്ഞത്? ഞാനൊന്ന് ചിന്തിച്ച കാര്യമല്ലോ. അവിടെ ശിഷ്യന്മാരോട് പറഞ്ഞ വെള്ളം കൊണ്ട് തരുന്നില്ലായിരുന്നു, തരുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് തരാഞ്ഞത്? വെള്ളം കൊണ്ടുവരുന്നത്. കാരണം ദൈവം ഉണ്ടാക്കിയത് പൊടിയുന്ന മനുഷ്യനുണ്ടാക്കിയത്. അതെങ്ങനെ ഉണ്ടായി നമുക്കറിയത്തില്ല. വെള്ളം ഒഴിച്ചാണോ കർത്താവ് ഇനി അത് തുപ്പിയാണോ ഉണ്ടാക്കിയത് നമുക്കറിയത്തില്ല. ആണോ? വെള്ളം ഒഴിച്ചാണോ ഉണ്ടാക്കിയത്, കുഴച്ചുണ്ടാക്കിയാണോ നമ്മൾ അറിയില്ല. എങ്ങനെ ഉണ്ടാക്കി, എങ്ങനെയാണല്ലോ ദൈവത്തെ അറിയാതെ. എന്നിട്ട് എന്ത് ചെയ്തു? കർത്താവ് അങ്ങോട്ട് ഊതിയപ്പോഴത്തേക്ക് പുള്ളി എഴുതിട്ടു, ഈ വിശ്വാസമായി. ഊതിയപ്പോൾ ഇതിന്റെ അകത്തെല്ലാം അല്ലേ, ഇതെല്ലാം അലൈൻമെന്റ് ആയി. ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അസ്ഥി വന്നു, നരമ്പ് വന്നു, എല്ലാം വരുവാ, മാംസം വന്നു. ഏതാ ശ്വാസം അടിച്ചപ്പോൾ, ദൈവത്തിന് ശ്വാസം അടിച്ചപ്പോൾ, ദൈവം ഊതിയപ്പോഴത്തേക്ക് ഇതെല്ലാം ആയില്ലേ, ഇതെല്ലാം ക്രീസ് ചെയ്തു, ഇതെല്ലാം വന്നു, അല്ലെ, ഇതെല്ലാം വന്നു. അങ്ങനെയാണ് ദൈവം, ഇങ്ങനെ മനുഷ്യനായിട്ട് എഴുന്നേൽക്കുന്നത്. അപ്പൊ ആ മനുഷ്യൻ തന്നെയാണ് കുരുടനായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലായോ? കുരുടനായിട്ട് യേശുവിന്റെ ഒരിക്കൽ വന്നിരിക്കുകയോ. അപ്പൊ ആ പൊടിയിൽ നിന്ന് തന്നെ കർത്താവ് എന്ത് ചെയ്തു? എടുത്തിട്ട് അവന്റെ കണ്ണിൽ തുറന്നു. ആ പൊടി തന്നെ. അതിന്റെ അർത്ഥം എന്തുവാ? റിപ്പയർ ചെയ്തു. ശരിയല്ലേ പറയുന്നത്? റിപ്പയർ ചെയ്തു, അല്ലെ? അല്ലെങ്കിൽ അവന് കണ്ണില്ലാന്ന് റീസ്റ്റോർ ചെയ്തു. പിന്നെ രാത്രി അങ്ങനെയാണെങ്കിൽ നമ്മൾ റീസ്റ്റോർ ചെയ്യുന്ന ചെയ്യുക, പുതിയതായിട്ട്. ഇല്ലാത്തത് പുതിയ ദൈവം കൊണ്ടുവരും, ഇല്ലാത്ത ദൈവം പുതിയത് വിളിച്ചു വരുന്നു, അല്ലെ? വിശ്വസിക്കുന്നോ? വിശ്വസിക്കുക. ഇല്ലാത്ത കണ്ണ് കൊണ്ടുവന്നു. ഞാനിവിടെ പലയിടത്തും പല സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ നമ്മുടെ ഈ കണ്ണിന്റെ കൃഷ്ണമണി ഇല്ലാത്തടത്ത് ദൈവം അത്ഭുതം ചെയ്ത് കാഴ്ച പ്രാപിച്ചവരുണ്ട്. ഞാൻ തിരുവല്ല ശുശ്രൂഷിക്കുമ്പോഴത്തേക്ക് കാഴ്ചയില്ലാത്ത ഒരു സ്ത്രീ വന്ന്, അവര് ബൈബിൾ ഞാൻ ഒരു കൊണ്ട് വായിപ്പിച്ചു. അവർക്ക് ഓൾറെഡി കൃഷ്ണമണി ഉണ്ടായിരുന്നു, പക്ഷെ ദൈവം കാഴ്ച കൊടുത്തു. അവൻ പുതിയത്, കർത്താവ് എപ്പോഴും കർത്താവ് ആഗ്രഹിക്കുന്നത് പുതിയത് ചെയ്യാൻ പറ്റിയ. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നമുക്കിത് രാത്രിയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടല്ലേ, പ്രതികൂലങ്ങളുണ്ട്, രോഗമുണ്ടായിരിക്കും. പക്ഷെ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പറയേണ്ടത് ദൈവത്തിന്റെ വചനം പറയും. കാരണം യേശുവിന്റെ എല്ലാ പ്രവൃത്തികളും താൻ വായെടുത്ത് സംസാരിക്കുകയായിരുന്നു. കർത്താവ് ഒരിക്കലും മൗനമായിട്ട് ഇരുന്നിട്ടില്ല. മൗനമായിട്ട് ഇരുന്നിട്ടുണ്ടോ? ഇല്ല. കർത്താവ് എപ്പോഴും വായെടുത്ത് സംസാരിച്ചു, അല്ലേ? കൽപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സംസാരിക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? യേശുവുണ്ട്.
നമ്മളുടെ ഉള്ളിൽ ആരുണ്ട്? പരിശുദ്ധാത്മാവുണ്ട് അല്ലേ? അപ്പൊ ഇനി മുതൽ എന്ത് ചെയ്യണം നമ്മൾ? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ എനിക്ക് തലവേദന വന്നാൽ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തില് അടിപ്പണരുകളാല് എനിക്കിവിടെ സൗഖ്യം വന്നിരിക്കുന്നു, ഈ തലവേദന ഇവിടെ ഇരിക്കാൻ പാടില്ല, ഇറങ്ങിപ്പോകും. അന്നേരം സൗഖ്യമാകണമെന്നില്ല. പക്ഷെ നമ്മൾ പറയുന്ന വചനം എന്ത് ചെയ്യും? കാരണം ഇത് ഉള്ളിലിരിക്കുന്ന വചനം ആരാ? കാരണം നമ്മൾ പുതിയതായിട്ട് വചനം ഒന്നും ഉണ്ടാക്കുന്നില്ല, ഉണ്ടോ? ഇല്ല. ഇതെല്ലാം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് കർത്താവ്. നമ്മൾ എന്ത് ചെയ്യണം? അത് ഒന്ന് കടമെടുത്തിട്ട് അല്ലേ, വചനം ഒന്ന് എടുത്തിട്ട് നമ്മളൊന്ന് പറയണം. അപ്പൊ ഇന്ന് രാത്രി നമ്മൾ പ്രശ്നമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്നറിയോ? പ്രശ്നത്തെ നോക്കിയിട്ട് എനിക്ക് പ്രശ്നമാണ്, എനിക്ക് ജോലിയില്ല, എനിക്ക് വിഷയമില്ല, അത് 100 ദിവസം പറഞ്ഞുകൊണ്ടിരിക്കും, 100 പ്രാവശ്യം. നോ, നമ്മൾ പറയുന്നത് എന്താണ്? പറയേണ്ടത് എന്താണ്? ഇതുപോലെ ബ്രദർ പറയണം, എന്താ പറയേണ്ടത്? യേശുവിന്റെ നാമത്തില് എനിക്ക് ബിസിനസ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നതിനായ സ്തോത്രം, എനിക്ക് ജോലി തന്നിരിക്കുന്നതിനായ സ്തോത്രം. മനസ്സിലായോ? ആരെങ്കിലും ചോദിച്ചെന്ന് പറയണം, അണ്ടർ പ്രോസസിംഗ് ആണ്. എവിടെയാ? സ്വർഗത്തിൽ അണ്ടർ പ്രോസസിംഗ് ആണ്. ഞാനങ്ങനെ പറയാറുള്ളത്. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അണ്ടർ പ്രോസസിംഗ് ആണ്. എവിടെയാ? കർത്താവിന്റെ പ്രോസസിംഗ് അല്ലേ? ശരിയല്ലേ പറയുന്നത്? ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നോ എന്ന് പറയുന്ന പ്രസ്ഥാനമില്ല. ബ്രദറെ എന്തായി? അണ്ടർ പ്രോസസിംഗ് ആണ്. അപ്പൊ അവര് പറയും, എന്താ ഈ പുള്ളി ഇങ്ങനെ പറയുന്നത്? അതെ, ഞാൻ പറഞ്ഞത് കറക്റ്റാ, അണ്ടർ പ്രോസസിംഗ് ആണ്. കാരണം ഞാൻ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇതുപോലെ സിസ്റ്റർ പറയണം, എന്താ പറയേണ്ടത്? ഒരു ഡെലിവറൻസ് കാണിക്കുന്നുണ്ട്, അവിടെ ഞാൻ പറയുന്നത് ഒരു ഡെലിവറൻസ് ദൈവം ചെയ്യും. താങ്ക് യു ടച്ച്, താങ്ക് യു സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, ഡെലിവറൻസ് ഉണ്ട്. കർത്താവിടെ ഉണ്ട്, കർത്താവിടെ ഉണ്ട്. ഇവിടെ പറയുന്നത് താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്, I love you, we love you Holy Spirit, we love you, we love you. കർത്താവ് ഇങ്ങനെ എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക, ടച്ച് ചെയ്യുന്നു, എന്നെ ടച്ച് ചെയ്യുന്നു കർത്താവ്, എന്റെ കയ്യെ തൊടുന്നുണ്ട് കർത്താവ്. ടച്ച് ഈസ് എ ഫ്രണ്ട്, പേഴ്സൺ ആണ്, ഒരു പേഴ്സൺ. പരിശുദ്ധാത്മാ ഒരു പേഴ്സൺ ആയിട്ട് കാണണം. നമ്മൾ കാണണം എന്നല്ല പറഞ്ഞത്, പേഴ്സൺ ആണ് ആള്. യേശു ഒരു പേഴ്സൺ. ഇപ്പൊ എന്നെ ഇവിടെ തൊട്ടുകൊണ്ടിരിക്കുക, പിടിച്ചിരിക്കുക. വചനമുണ്ട് അല്ലേ? അതുകൊണ്ട് നിന്റെ വലം കൈക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു, വചനമുണ്ട്. വചനമില്ലാത്ത ഒന്നും ദൈവം തരത്തില്ല. ഇതിന്റെ എല്ലാം പുറകെ വചനമുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്കോട് ദൈവസ്ഥാനത്തിൽ ആഴങ്ങൾ അറിയാൻ പറ്റുന്നുണ്ട്? ദൈവസ്ഥാനത്തിൽ ആഴങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കർത്താവായിട്ട് അത്ര ഇന്റിമസി ഉണ്ടാക്കണം. ഇന്ന് മുതൽ വ്യത്യാസങ്ങൾ, ജീവിതത്തിൽ വ്യത്യാസം, ഇന്റിമസി. കർത്താവായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, നമ്മൾ യാത്രയിൽ സംസാരിക്കണം. ഞാൻ പറയില്ല, ഞാൻ ഇപ്പോഴും പറയാനുള്ള, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഓൺലി ഫ്രണ്ട് ജീസസ് അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ്. നോ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ആരോട് സംസാരിക്കത്തില്ലെന്നല്ല പറഞ്ഞത്. നമ്മൾ ഫ്രണ്ട്സ് എന്നൊക്കെ പറയത്തില്ലേ? ഇന്ന് എന്റെ കൂട്ടുകാരനാണ്, എനിക്ക് ഫ്രണ്ട്സ് ഇല്ല. ക്രിസ്തുവിനെ അറിഞ്ഞ ശേഷം എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല, ഓൺലി ജീസസ്. അതിന് മുന്നേ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഫ്രണ്ട്സ് ആരും വിളിക്കുമ്പോൾ സംസാരിക്കത്തില്ലെന്നാണോ? അല്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവരാരും ഫ്രണ്ട്സ് അല്ലെന്നല്ലേ പറയുന്നത്. അവരെല്ലാം ഫ്രണ്ട്സാണ്. എൻ്റെ കൂടെ പഠിച്ചവരുണ്ട് അല്ലേ, ഇപ്പോഴും വിളിക്കാറുണ്ട്, സംസാരിക്കാം. അവരൊന്നും ഫ്രണ്ട്സ് അല്ലെന്നല്ല ഉദ്ദേശിക്കും. പക്ഷെ അതല്ല പറഞ്ഞത്, നമ്മൾ പണ്ട് ഫ്രണ്ട്സിനോട് ഇടപെട്ട എങ്ങനെയായിരുന്നു അതുപോലെ ഇല്ലെന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആരുമായിട്ടാ? കർത്താവുമായിട്ട്. എത്ര മാക്സിമം കർത്താവുമായിട്ട് ഇടപെടാമോ അത്ര നമ്മൾ ഇടപെടണം. ഒരു സമയം പോലും മാറ്റി വെക്കരുത്. അവിടെയാണ് ദൈവത്തിന്റെ വിടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. അവിടെയാണ് മിറക്കിൾസ് നടക്കുന്നത്. എത്രമാത്രം ദൈവത്തിന് അടുക്കുന്നോ അതനുസരിച്ച് അത്ഭുതങ്ങൾ നടക്കും. നമ്മൾ പറയുന്നത് പ്രതികൂലം നടക്കുമോ? അത്ഭുതങ്ങൾ നടക്കും. ദൈവമായിട്ട് അടുത്ത് വരണം. അപ്പൊ ഇന്ന് രാത്രി പുതിയ ദൈവം ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, കുരുടന് പുതിയത് ലഭിച്ചു, അല്ല പുതിയത് ലഭിച്ചു, പുതിയ കണ്ണ് ലഭിച്ചു. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ, പൊടിയിൽ നിന്നുണ്ടാക്കിയപ്പോൾ, തുപ്പൽ കൊണ്ടാണോ അതോ മണ്ണ് കൊണ്ടാണെന്നല്ല, വെള്ളം കൊണ്ടാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇതെല്ലാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെതായ ഒരു പ്രോസസ്സിംഗ് ആണ്. നമ്മളൊരു മരുന്ന് കഴിച്ചാൽ എത്ര ദിവസം എടുക്കുന്ന സൗഖ്യം? ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം ബ്രദറിനോട് പറഞ്ഞു, കുറച്ച് ദിവസം എടുക്കുന്ന സൗഖ്യമാണ് അല്ലേ? ചിലപ്പോൾ ഒരു 3 ദിവസം എടുക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ച എടുക്കുന്നതായിരിക്കും. ആന്റിബയോട്ടിക് കഴിച്ച 5 ദിവസം അല്ലേ മിനിമം കഴിക്കണം. ഒരു ചുമ മാറണമെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ച എടുക്കുന്നതായിരിക്കും, 2 ആഴ്ച എടുക്കും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞ് 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 നമ്മൾ ഒരാഴ്ച പറഞ്ഞു പോയി, ഒരു 3 മാസം പറഞ്ഞു പോയില്ലേ, നിങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ വിടുതൽ പ്രാപിക്കും. നമ്മൾ പറയാത്തത് കൊണ്ടാണ്. നമുക്ക് ആ വിശ്വാസത്തിൽ പറയണം. എങ്ങനെയാ? ഒന്ന് നമുക്ക് വിശ്വാസം,
രണ്ട്, നമ്മുടെ വായുണ്ട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് വിശ്വാസമല്ലേ, രണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം, മൂന്ന് മെഡിറ്റേറ്റ് ചെയ്യണം. ആ വചനം മെഡിറ്റേറ്റ് ചെയ്യണം. യേശുവിന്റെ അടിപ്പണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മെഡിറ്റേറ്റ് ചെയ്യണം. അത് നമ്മുടെ വായുണ്ട് പറയണം, അത് വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ അത്ഭുതം നടക്കും. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. എന്താ വിശ്വസിക്കുന്നത്? നിങ്ങളുടെ വിഷയങ്ങൾ വിശ്വസിക്കണം. എത്ര നാളുകൊണ്ടാണ്? നിങ്ങൾ സംഭവിക്കുന്നവരെയല്ല, നിങ്ങൾ സമയം കൊടുക്കണം. നിങ്ങൾ പറയണം 3 മാസത്തിനുള്ളിൽ സംഭവിക്കും, അല്ല 2 ആഴ്ചകളിൽ സംഭവിക്കും. നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ടല്ലോ, എന്നെ അറിയാമല്ലോ. ആ ടൈം വെച്ച് നിങ്ങൾ പറയണം, പറഞ്ഞു നടക്കണം. സംഭവിക്കുമെന്ന്, സംഭവിക്കുമെന്ന്, സംഭവിക്കും. നമ്മൾ പറയാൻ സംഭവിക്കും. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? സംഭവിക്കും. പിന്നെ നമ്മുടെ 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 സംസാരം മാറ്റണം. നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ച നമുക്ക് വ്യത്യാസം വരുത്തണം. അതാ കർത്താവ് പുതിയത് ചെയ്യാൻ പോവാ. മരുഭൂമിയുടെ നടുവിൽ എന്ത് ചെയ്യും? അതാ കർത്താവ് വയലിൽ അല്ലേ, മരുഭൂമിയുടെ നടുവിൽ എന്ത് ചെയ്യും? വഴിയൊരുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. മരുഭൂമി അറിയാമല്ലോ. എത്ര പേര് ഗൾഫിൽ പോയിട്ടുണ്ട്? എത്ര പേര് ഗൾഫിൽ പോയിട്ടുണ്ട്? പേര് ഗൾഫില്ല അല്ലെ? മരുഭൂമി നമുക്ക് എല്ലാം അറിയാം. മരുഭൂമിക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അല്ലേ? ശരിയല്ലേ? ഡെസേർട്ടിനകത്ത് പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, ഇറങ്ങി വരാൻ വലിയ പാടാം. അവിടെ റേഞ്ച് ഒന്നും കെട്ടൊന്നുമില്ല. പക്ഷേ അതിന്റെ അകത്ത് കർത്താവ് എന്ത് ചെയ്യും? വഴിയൊരുക്കും. മരുഭൂമിക്കകത്ത് ദൈവം വഴിയൊരുക്കും. നോക്കിക്കേ, മരുഭൂമിക്കകത്ത് ദൈവം വഴിയൊരുക്കും. അതാ ദൈവത്തിന്റെ പരിപാടി. നമ്മൾ നോക്കും മരുഭൂമിയാണ്, മുന്നോട്ട് ഒരു രക്ഷയില്ല, ഒന്നും കാണാനില്ല, പച്ചപ്പൊന്നും കാണാനില്ല, റോഡുകളൊന്നും കാണാനില്ല. മരുഭൂമിയുടെ അവസ്ഥ അറിയാം, ചൂടാ, വെള്ളം കിട്ടത്തില്ല. ക്ഷുദ്രജീവികൾ ഒരുപാടുണ്ട്, പാപം ചെയ്യുമ്പോൾ എല്ലാം ഉണ്ട്. പക്ഷേ കർത്താവ് എഴുതുന്ന അതിന്റെ അകത്ത് ഞാൻ അത്ഭുതം ചെയ്യും, അതിന്റെ അകത്ത് ഞാൻ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ മുന്നിൽ പ്രത്യാശ ഒന്നുമില്ല, പക്ഷെ ഇന്ന് രാത്രി വിശ്വസിച്ചോ? ദൈവം പറഞ്ഞ വചനം വിശ്വസിച്ചോ? വിശ്വസിച്ചോ? എന്താ പറഞ്ഞിരിക്കുന്നത്? I will even make a way in the wilderness and river in the desert. മരുഭൂമിയിൽ നീരുറവ വലിയ പാടാ, പക്ഷെ കർത്താവ് പറയുന്നതുകൊണ്ട് നീരുറവ തുറക്കാൻ പോവാ. കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ പറ, എന്റെ കർത്താവിടെ നീരുറവ തുറക്കാൻ പോവാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ കർത്താവ് നീരുറവ തുറക്കാൻ പോവാ. നിങ്ങളുടെ വിഷയത്തിൽ പറ, ഞാൻ കർത്താവിടെ നീരുറവ തുറക്കാൻ പോവാ. ജോലി മണ്ഡലങ്ങളിൽ നീരുറവ തുറക്കാൻ പോവാ, അല്ലെ? നീരുറവ തുറക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. So behold, I will do new things. എല്ലാവരും പറ, I will do new things. So this is a declaration by God that He is about to initiate something. കർത്താവ് എന്തോ ചെയ്യാൻ പോകട്ടോ. കർത്താവ് എന്തോ ഇനിഷ്യേറ്റ് ചെയ്യുന്നു. എന്നെക്കാണെങ്കിൽ നിങ്ങൾ ഡെലിവേഴ്സ് നടക്കാൻ പോകും. എൻ്റെ ഡെലിവേഴ്സ് നടക്കാൻ പോവാ. ആ ഒരു ഒറ്റ വാക്യത്തിൽ ഡെലിവേഴ്സ് നടക്കാം. Behold, I will do the new things. എന്തോ അതിൻ്റെ അകത്ത് ചെയ്യാൻ പോകും കർത്താവ്. എന്തോ അതിൻ്റെ അകത്ത് കർത്താവ് ചെയ്യാൻ പോവാ. വിശ്വസിച്ച് God will provide you solutions. And resources. കർത്താവ് പറയുന്നത് ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആയിരിക്കും. ലൈക്കിങ് എ പാത്ത് ഇൻ ദ ആ വൈൽഡ്നെസ്സസിന്റെ അകത്ത്, barren wildnesses, or creating water in the desert. കർത്താവ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. ഇങ്ങനെ പറയുന്നത്, കർത്താവ് ക്രിയേറ്റ് ചെയ്യാൻ പോവാ. യെസ്. ഇവിടെ ഈ ഡാളസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ടെക്സസിൽ ലേക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുക, അല്ലെ? ആർട്ടിഫിഷ്യൽ ഇവിടുത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുക. നല്ല രസമാണ് കാണാൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം എന്തോ ക്രിയേറ്റ് ചെയ്യാം നമ്മുടെ ജീവിതത്തിൽ. ക്രിയേറ്റ് ചെയ്യാൻ പോവാ. അപ്പൊ ഇല്ലാത്ത അവയവങ്ങൾ ദൈവം ക്രിയേറ്റ് ചെയ്യും, അല്ലേ? ഇല്ലാത്ത അവയവങ്ങൾ ദൈവം ക്രിയേറ്റ് ചെയ്യും. ആരെങ്കിലും ഇല്ലാത്ത അവയവങ്ങളുമായിട്ട് ഭാരപ്പെടുന്നുണ്ട്, രാത്രി വിശ്വസിക്കുക, യേശു ക്രിയേറ്റ് ചെയ്യും. പ്രൈസ് ഗോഡ്. അകത്ത് എന്തെങ്കിലും അവയവം പോയിട്ടുണ്ടെങ്കിൽ രാത്രി യേശു ക്രിയേറ്റ് ചെയ്യും. ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ ബ്രെയിൻ പോയതാണെങ്കിൽ മടങ്ങി വരും. ക്യാൻസർ രോഗികളാണെങ്കിൽ മടങ്ങി യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമാവും. ക്രിയേറ്റ് ചെയ്യുക, അതാ ക്രിയേറ്റ് ചെയ്യും. അതൊക്കെ നമ്മുടെ കയ്യില്, നമ്മുടെ വായുടെ ശബ്ദം ഇരിക്കുന്നത്, അധികാരം ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പൊ ഇന്ന് മുതൽ എന്ത് ചെയ്യണമെന്ന് അറിയാം? എന്താ ചെയ്യണ്ടേ? കമ്പനികൾ എടുത്തു വെക്കണം, എഴുതി വെക്കണം. കമ്പനികൾ നിങ്ങൾ എടുത്തു വെക്കണം. നിങ്ങൾക്ക് ഏതൊക്കെ കമ്പനി ജോലി ചെയ്യാൻ താല്പര്യമുണ്ട്, ആ കമ്പനികളുടെ പേരെല്ലാം ഓരോ ഷീറ്റ് പേപ്പർ എഴുതി വെക്കണം.
വൈറ്റ് ഷീറ്റ് എടുക്കണം, മനസ്സിലായോ? ഇന്ന കമ്പനി, ഇന്ന പൊസിഷൻ എല്ലാം എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ ഏതാ ഇഷ്ടം അവിടെ അനുസരിച്ച് അത് ഡിക്ലെയർ ചെയ്യണം. ഈ കമ്പനി ജോലി കിട്ടിയിരിക്കുന്നതിനായ സ്തോത്രം. അത്ഭുതം ചെയ്യുമെന്ന് ദൈവം, അത്ഭുതം ചെയ്യുമെന്ന്. ഞങ്ങളിവിടെ വന്നപ്പോൾ കണക്റ്റിക്കറ്റിൽ വന്നു. ആദ്യമേ കണക്റ്റിക്കറ്റിൽ ഞങ്ങൾ ബോസ്റ്റണിൽ ഒരു എന്തിനാ പോയത്, റിട്രീറ്റിനല്ലേ പോയി. അപ്പൊ കാണാൻ പോയത്. അവസാന ദിവസം ആയപ്പോഴത്തേക്ക് ഒരു പാസ്റ്റ് പരിചയപ്പെട്ടു. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പ്രാർത്ഥിക്കട്ടെ. ഞാൻ പ്രാർത്ഥിക്കാം, പാസ്റ്റ് പ്രാർത്ഥിക്കാം. അപ്പൊ അദ്ദേഹം എന്നോട് ദൂത് പറഞ്ഞു, നിന്നെ ഈ ബോസ്റ്റണിൽ ദൈവത്തിന് ആഗ്രഹമുണ്ട് നിർത്താൻ, കുറച്ച് നാൾ നിർത്താൻ. ബോസ്റ്റണിൽ ദൈവം വഴി. ഞാൻ ബോസ്റ്റണിൽ എനിക്ക് ഒരു പിടുത്തവും കേട്ടോ. അപ്പൊ ഞാൻ അവിടുത്തെ കർത്താവ്, ഈ ബോസ്റ്റണിൽ എങ്ങനെ വഴിയൊരുക്കുന്നത്? പിടുത്തമില്ല, ആരുമില്ല, ബോസ്റ്റൺ നമുക്ക് ആരുമില്ല. ഞങ്ങൾ തിരിച്ചു വന്നു. കണക്റ്റിക്കറ്റ് ജോലി കിട്ടുന്നില്ല, മനസ്സിലായോ? വാക്തത്വം എവിടെ കിടക്കുക? ബോസ്റ്റണിൽ കിടക്കുക. ഞാനെന്ത് ചെയ്യുന്നറിയോ? ബോസ്റ്റണിന്റെ മാപ്പ് എടുത്തു. ബോസ്റ്റൺ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ വന്ന സമയത്തെ കാര്യം പറയുന്നത്. ബോസ്റ്റണിന്റെ മാപ്പ് എടുത്തിട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു, ബോസ്റ്റൺ ജോലി കിട്ടിയിരിക്കുന്നതിനായ സ്തോത്രം. ബോസ്റ്റണിലുള്ള കമ്പനികളിലെല്ലാം CV അടിച്ചു, ഒള്ളി ബോസ്റ്റൺ. ഒരാഴ്ച ആയപ്പോഴത്തേക്ക് കോൾ വന്നു ബോസ്റ്റണിൽ നിന്ന്, ഒരു കമ്പനി വിളിച്ചിട്ട് പറഞ്ഞ ഇന്റർവ്യൂ എല്ലാം പറഞ്ഞു. ചെന്നു, എന്നാ ജോലി അറിയാം? നമ്മൾ ഇന്ന ജോലി അറിയാം, അവർക്ക് ആ പോസ്റ്റില്ല, ഇന്ന പോസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു. കയറിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യണം? ആ മാപ്പ് എടുത്തു അല്ലേ. ഒന്ന് വാക്തത്വം, ദൈവത്തിന്റെ വാക്തത്വം. ഇന്ന് രാത്രി നിങ്ങൾക്ക് വാക്തത്വം തന്നിരിക്കുക ദൈവം. അതാ പുതിയത് ഞാൻ ചെയ്യും, മരുഭൂമി ഞാൻ നീരവിടെ തുറക്കും, അല്ലേ? നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സ്റ്റെപ്പ് രണ്ടാമത് ചെയ്യണം. നിങ്ങൾ ഓൾറെഡി വാക്തത്വം തന്നു, കർത്താവ് എനിക്ക് അവിടെ വാക്തത്വം തന്നു. കണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ മാപ്പ് എടുത്തു. ഞാൻ എന്റേതായ പ്രവൃത്തി ചെയ്യുക, വിശ്വാസം. അതാണ് വിശ്വാസം. എന്റേതായ പ്രവൃത്തി ഞാൻ ചെയ്യും, അല്ല, ഞാൻ മാപ്പ് എടുത്ത് വെച്ചു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെയുള്ള കമ്പനികൾക്കെല്ലാം എന്റെ അറിയാവുന്ന ജോലി വെച്ച് ഞാൻ ചെയ്ത ജോലിയുടെ എക്സ്പീരിയൻസ് വെച്ച് CV അയക്കാൻ തുടങ്ങി. കോഴ്സ് വന്നു, ഇന്റർവ്യൂവിന് പോയി, പാസ്സായി, ജോലി ചെയ്തു. എന്റെ ആദ്യത്തെ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ബോസ്റ്റണിൽ പോയി ജോലി ചെയ്യണം, മനസ്സിലായോ? ശനി ഞായറുമാണ് വീട്ടിൽ വരുന്നത്. എനിക്ക് ബോസ്റ്റണിൽ ആരുമില്ല. അതിന് ദൈവം തന്ന ആദ്യം തന്നറിയാം, ഒരു 4-wheel ഡ്രൈവ്. എന്നിട്ട് അതിന്റെ 6 സീറ്റ് ഇങ്ങനെ 6 സീറ്റ് പുറയിലുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നീർത്തും. എന്നിട്ട് ബോസ്റ്റണിൽ ഞാൻ കാറെ കിടന്നു തുടങ്ങും. മൺഡേ ടു ഫ്രൈഡേ കാറെ കിടന്നു തുടങ്ങും. എന്നിട്ട് ഫ്രൈഡേ വൈകിട്ടാണ് തിരിച്ച് കണക്റ്റിക്കറ്റ് വരുന്നത്. മൺഡേ മോർണിംഗ് തിരിച്ചു പോകും. കുളിക്കുന്നതൊക്കെ നനയ്ക്കുന്നതൊക്കെ ഈ പബ്ലിക് ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, അവിടെ പോകും. ജിമ്മൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി കുളിക്കുകയൊക്കെ ചെയ്യും. ഫുഡ് വെളിയിൽ നിന്ന് കഴിക്കും, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് കഴിക്കും. സൂപ്പർ മാർക്കറ്റ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, റെഡിമെയ്ഡും കിട്ടും, ഫ്രൂട്ട്സും കിട്ടും, കഴിക്കും. 2-3 മാസം ഇത് തന്നെയാണ്. അപ്പം ദൈവം വാക്തത്വം ചെയ്തു, നമ്മൾ അനുസരിച്ചു. ഞാൻ നോന്നൊന്നും പറഞ്ഞില്ല. കർത്താവ് ഞാൻ വണ്ടിയെ കിടന്നുറങ്ങുന്നു, നോ, കർത്താവ് പറഞ്ഞു ചെയ്തു. അപ്പോൾ ദൈവം ചെയ്യും. നമ്മുടെ വിശ്വസ്തത കണ്ട്, നമ്മുടെ തീക്ഷ്ണത കണ്ട് ദൈവം വീണ്ടും വഴിയൊരുക്കും. വീണ്ടും ദൈവം വഴിയൊരുക്കും, അല്ലേ? 3 മാസം കഴിയുമ്പോഴത്തേക്ക് തണുപ്പായി ബ്രദറെ, വണ്ടിക്കകത്ത് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല. ഹീറ്ററൊന്നും പിടിച്ചാൽ നിൽക്കത്തില്ല. കാരണം വെച്ചാൽ തണുപ്പ് സമയത്ത് പോസ്റ്റേ ഭയങ്കര തണുപ്പാണ്. 2-3 സ്വെറ്റർ, 2-3 ഇത് എന്താ പറയുന്നത്, ബ്ലാങ്കറ്റ് ഇട്ടൊന്നും നിൽക്കത്തില്ല. കർത്താവ് എന്ത് ചെയ്യും? തണുപ്പ്, ഭയങ്കര തണുപ്പ്. ജോലി ചെയ്യണം, അല്ലേ? ജോലിയൊക്കെ നല്ല സന്തോഷമാണ്. വൈകുന്നേരം ഇറങ്ങുമ്പോഴത്തേക്ക് പ്രയാസമാണ്, തണുപ്പ്. വണ്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് സമയം എടുക്കും. പിന്നെ തണുപ്പത്ത് കിടക്കണം, എവിടെയെങ്കിലും റോഡിൽ കിടക്കുന്നത്, ഏതെങ്കിലും പാർക്കിങ്ങിൽ പോയി കേട്ട് ആരും പോലീസ് പിടിക്കാത്ത രീതിയിൽ കിടന്നുറങ്ങും. 2-3 മാസം സ്ട്രഗിൾ ചെയ്തു. 3-ാം മാസം ആയപ്പോഴത്തേക്ക് ന്യൂയോർക്കിലുള്ള ഒരു ചർച്ചിലെ ബ്രദർ ബോസ്റ്റണിലുള്ള ഒരു പാസ്റ്ററിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞൊരു ഫാമിലി ഇങ്ങനെ വന്നിട്ടുണ്ട്, അദ്ദേഹം ബോസ്റ്റണിലുണ്ട്, പാസ്റ്റർ അദ്ദേഹം സഹായിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫാമിലി കിട്ടുമെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഒരു ഫാമിലി കിട്ടുന്നത്, ചർച്ചിലോട്ട് കിട്ടുന്നത്, അല്ലേ? പാസ്റ്റർ വിളിച്ചോ? പാസ്റ്റർ വിളിച്ചിട്ട് ബ്രദറെ ഇപ്പൊ എവിടെയാണ്? ഞാൻ ബോസ്റ്റണിലുണ്ട്. എവിടെയാ? കാറയിലോ?
വാസ്തവ കാര്യം ചെയ്യും, എനിക്ക് 2 വീടുണ്ട്, ഒരു വീട് ഞാൻ പ്രധാന വരാം. ഞാൻ ആദ്യം ഓർത്ത് പുള്ളി എനിക്ക് എഴുതി തരും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത് വാടകയ്ക്കാണ്. എന്നാലും സാരമില്ല, തന്നപ്പോ 2 നില വീട്. ഞാൻ നാട്ടിൽ നിന്ന് പോരുമ്പോഴത്തേക്ക് തലേ ദിവസം ഫ്ലൈറ്റിൽ കയറുന്നതിന് മുന്നേ ഒരു ദൈവാസനത്ത് പറഞ്ഞു, ചെന്നിറങ്ങി കഴിയുമ്പോഴത്തേക്ക് നിനക്കൊരു 4 വീൽ ഡ്രൈവ് തരും, നിനക്ക് 2 നില വീട്ടിൽ താമസിക്കാൻ ദൈവം വഴിയെടുക്കും. അപ്പോൾ അത് ഞാൻ ദൂത് കേട്ട് സ്വന്തം പറഞ്ഞു 4 വീൽ ഡ്രൈവ് തന്നു, ഓൾറെഡി വന്നപ്പോഴേ തന്നു. കാരണം ക്രെഡിറ്റ് ഇല്ലാതെ പ്രകാരം വണ്ടി വായിക്കാൻ പറ്റും 3-ാം മാസം ഇല്ല. 4 വീൽ ഡ്രൈവിന് 40,000-40,000 രൂപ കൊടുക്കണം, അല്ലേ? $40,000 കൊടുക്കണം. ആര് തരും? അത്ഭുതം ചെയ്തു ദൈവം. ക്രെഡിറ്റ് ഉള്ളവരെ കൊണ്ട് വാങ്ങിപ്പിച്ചു നോക്കും. അതാ ദൈവത്തിന്റെ പദ്ധതി, അല്ലേ? ദൈവം പറഞ്ഞാൽ ചെയ്യും. വിശ്വസിക്കണം, മാത്രം വിശ്വസിക്കുക, സംശയിക്കാൻ പാടില്ല. എന്റെ സാക്ഷി നിങ്ങൾക്ക് ബലം കിട്ടുന്നുണ്ടല്ലോ, അല്ലേ? കർത്താവ് പറഞ്ഞു, പുള്ളി വാസനെ വിളിച്ചിട്ട് ഇവിടെ വന്നു വരാൻ, നമുക്ക് 2 നില വീട്. എവിടെ താമസിക്കണം? അടി വേണം, താഴെ വേണം. എവിടെയെങ്കിലും മതി, താമസിച്ചോളാം, എവിടെയും താമസിച്ചോളാം. വാടകയൊക്കെ ഫിക്സ് ചെയ്തു, ഫാമിലി ആയിട്ട് ഞങ്ങൾ ഷിഫ്റ്റ് ചെയ്തു, സുഖമായിട്ട് അവിടെ താമസിച്ചു. ജോലിക്ക് പോകും, തിരിച്ചു വരും. അങ്ങനെ അതിനെ കോവിഡൊക്കെ അടിക്കുന്നത്. അപ്പൊ ആ ചർച്ചുമായിട്ട് ബന്ധത്തിൽ 1.5 വർഷം നിൽക്കാനിടയായി. അവിടെ പിന്നെ മലയാള ശുശ്രൂഷയിലൊക്കെ ദൈവം തുടക്കമല്ലേ, കുറച്ചു നാൾ അവിടെ നിർത്തി. പിന്നെയാണ് പിന്നെ ദൈവം പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നത്, ഈ ഡാളസിലോട്ട് മാറാൻ പറയും. അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പം എന്താണ് ചെയ്യാൻ പറഞ്ഞാൽ, വിശ്വസിക്കുക, പ്രവർത്തിക്കുക. വിശ്വാസത്തോടെ നമ്മൾ പ്രവർത്തിക്കണം, നമ്മളോട് പ്രവർത്തിക്കണം. മനസ്സിലായോ? നെഗറ്റീവ് വേഴ്സ് പറയാൻ പാടില്ല. ചെയ്യുമോ? പിശാച് ഒന്ന് പറയും, നടക്കത്തില്ല, നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും, പറഞ്ഞുകൊണ്ടിരിക്കണോ? അപ്പൊ നമ്മളെന്ത് പറയണം? ഇല്ല, ദൈവം വാഗ്ദത്തം തന്നിട്ടുണ്ട്, ദൈവം എന്നോട് സംസാരിച്ചിട്ടുണ്ട്, ദൈവം ചെയ്യും, ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദിവസം 100 പ്രാവശ്യം പറഞ്ഞ ഏറ്റവും നല്ലതാണ്. ഒരു 100 പ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കണം വിശ്വാസത്തോടുകൂടി. നമ്മൾ അങ്ങ് ഡിക്ലെയർ ചെയ്ത് നടക്കണം. അത്ഭുതം നടക്കുന്നേ, അത്ഭുതം നടക്കും. ഈ 2ാമത്തെ ആള് കേറൻ, ഓക്കെ, പുള്ളിക്കാരത്തി എന്താ പറയുക, ബ്രീച്ചായിരുന്നു, തലകുത്തി മറിഞ്ഞു കിടക്കുമായിരുന്നു. ബ്രീച്ച്, ഡോക്ടർ പറഞ്ഞ ബ്രീച്ചാണ്. ഞാൻ കുസൃതി, എനിക്ക് തോന്നി തലകുത്തി കിടക്കുന്ന കൊച്ചിനെ പ്രാർത്ഥിച്ചാൽ തിരിച്ചു വരത്ത്, അപ്പോൾ തിരിച്ചു കറക്കാമല്ലോ നമുക്ക്. ഞാനങ്ങ് ചിന്തിക്കുക, ദൈവത്തിന് ചെയ്യാൻ മേലെ ബ്രദറെ, തലകുത്തി കിടക്കുന്ന കൊച്ചിനെ നമുക്ക് തിരിക്കാൻ പറ്റുമോ? ഡോക്ടേഴ്സിന് പറ്റത്തില്ല, ദൈവത്തിന് പറ്റും. ഞാൻ കയറി ഇറങ്ങി പുള്ളിക്കാരത്തിന്റെ മയനെ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കുഞ്ഞ് കറങ്ങട്ടെ, യേശുവിടെ നാഥേ, കുഞ്ഞ് കറങ്ങട്ടെ. മനസ്സിലായോ? 12 അന്ന് പറഞ്ഞ 12-ാം മണി നേരമായപ്പോഴത്തെ ഒറ്റ കറക്കിച്ച കൊച്ചൊറ്റ കറങ്ങി. പുള്ളിക്കാരത്തി കട്ടിലെ കിടന്ന പുള്ളിക്കാർ ചാടി എഴുന്നേറ്റ്. ഇത് എല്ലാം പെയിനായിരിക്കും, അല്ലേ? എല്ലാം ഭയങ്കര പെയിനാ ഇത് കറങ്ങുമെന്ന് പറഞ്ഞാല്. കുഞ്ഞ് തലകുത്തി കിടന്ന കുഞ്ഞ് ഒറ്റ കറക്കിച്ച അത് നേരെ. പക്ഷെ അവര് നോർമൽ ഡെലിവറിക്ക് സമ്മതിച്ചില്ല, കാരണം പഴയ എക്സ്റേ ഒക്കെ വെച്ചാണ് അവര്, പഴയ റെക്കോർഡ്സ് വെച്ചാണ് അവർ ചെയ്യുന്നത്. സിസേറിയൻ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ല, ഡോക്ടേഴ്സ് സമ്മതിക്കത്തില്ല. പിന്നെ അവരായത് തൊട്ട് കംപ്ലീറ്റ് എന്ത് പറയണം. പക്ഷെ കുഞ്ഞ് കറങ്ങി, ഞാൻ പറഞ്ഞ കുഞ്ഞ് കറങ്ങി. പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി കുഞ്ഞ് കറങ്ങി. തലകുത്തി കിടന്ന കുഞ്ഞ് നേരെ ഓപ്പോസിറ്റായി. അത്ഭുതം ചെയ്യൂ ദൈവം. നമ്മുടെ വാക്കുകളിൽ അത്ഭുതം, വിശ്വാസത്തോടെ നിങ്ങൾ പറ, വിശ്വാസത്തോട് പറ. രാവിലെയും വൈകിട്ടും ബ്രദർ അവിടെ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ട് മോടെ ആ ഡോറിനെ വിളിച്ചിട്ട് പറ, വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, കൽപ്പിക്കുന്നു. 1 വർഷത്തിനുള്ളിൽ ഇതിന്റെ അകത്ത് ആരുണ്ടാവും? ഹസ്ബൻഡ് ഉണ്ടാവും, കല്യാണം നടക്കും. നോക്കൂ, അത്ഭുതം നടക്കും. സിസ്റ്റർ ഇങ്ങനെ ഒരു പില്ലോ എടുത്ത് നടക്കും, ഞാൻ കൊച്ചി നാട്ടി നടക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വാസം കാണിക്കുന്നത് അങ്ങനെയാണ്. ഒരു കൊച്ചിനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു പില്ലോ എടുത്ത് കൈ പിടിക്കാം, ചെറിയ പില്ലോ, എന്നിട്ട് പറയണം, ആണാളിലെ പെണ്ണാന്ന് പറയണം, ഞാൻ പാപ വെച്ച് നടക്കണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ 1 വർഷത്തിനുള്ളിൽ 2 വർഷത്തിനുള്ളിൽ ഞാൻ എന്റെ കുഞ്ഞിനെ കാട്ടും. അത്ഭുതം നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. സിസ്റ്റർ എന്തോ വിഷയമുണ്ടല്ലോ, അതങ്ങനെ പറഞ്ഞു നടക്കുക, ചെയ്യും, അത്ഭുതം ചെയ്യും. നിങ്ങളുടെ വിഷയത്തിൽ ഇന്ന് രാത്രി അത്ഭുതം ചെയ്യാൻ പോവാം. നമ്മൾ പ്രാർത്ഥിക്കാം, അല്ലെ? ഇന്ന് രാത്രി എന്താണ്? പുതിയത് ഞാൻ ചെയ്യും. മരുഭൂമിയിൽ എന്ത് ചെയ്യും? നീരുറവ് തുറക്കും. മരുഭൂമിയിൽ എന്ത് സംഭവിക്കും? നീരുറവ് തുറക്കും. മരുഭൂമിയിൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. മരുഭൂമിയിൽ എനിക്ക് കർത്താവ് എനിക്ക് വേണ്ടി നീരുറവ് തുറക്കും, മരുഭൂമി എനിക്ക് വേണ്ടി വഴി തുറക്കും. വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എല്ലാവരും പറയും നടക്കത്തില്ല, പക്ഷെ നടക്കും. എല്ലാവരും പറയും നടക്കത്തില്ലെന്ന് പറയും, ഞാൻ പറയും നടക്കും. കാരണം യേശു അല്ലേ, ഞാൻ പറഞ്ഞില്ലേ,
ആ ദൈവമാണ് എഴുതി തന്നിരിക്കുന്നത് ബൈബിൾ. ആ ദൈവത്തിന്റെ വചനമാണ്, ആ ദൈവം തന്നെയാണ്. അത് നമ്മളങ്ങ് പറയുന്നത് മാത്രമേ ഉള്ളൂ. കർത്താവ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഡിക്ലെയർ ചെയ്ത കാര്യം കർത്താവ്. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്ത കാര്യമാണ്, ചെയ്ത് കഴിഞ്ഞിരിക്കുക. നമ്മൾ ഇന്നും വിഷക്കാരെ പോലെ നടക്കുക. എടാ എന്റെ വീട്ടിൽ ചോറ് ഇരിക്കുക, എന്നിട്ട് ഞാൻ അപ്പുറത്ത് പോയി ചോദിക്കുക ചോറ് തരാവോ? നമ്മളങ്ങനെ ചെയ്തോണ്ടിരിക്കും എപ്പോഴും, അല്ലേ? നോ, എന്റെ അടുപ്പിൽ ചോറ്, നല്ല ചോറ് കിടക്കുവാണ്. നമ്മളെന്താ ചെയ്യുന്നത്? താഴെ 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 മുഴുവൻ ലവം മുഴുവൻ നടക്കുക. വീട്ടിൽ ചോറ് ഇരിക്കുകയാണ്. ദൂർത്തുപുത്രന്റെ കഥ കേട്ടിട്ടില്ലേ? 15-ാം അധ്യായം കേട്ടിട്ടില്ലേ? 2 പുത്രന്മാരല്ലേ? മറ്റവന് കംപ്ലീറ്റ് 2 പേർക്കുള്ള സ്വത്താണ്. പക്ഷെ പുള്ളിക്ക് മനസ്സിലാകുന്നില്ല ഈ സ്വത്ത് മുഴുവൻ എനിക്കുള്ളതാണ്. പുള്ളി എന്ത് ചെയ്ത് ഉള്ള വാങ്ങിച്ചൊരു സ്ഥലം വിട്ടു, അല്ലേ? പക്ഷെ മറ്റേ പുള്ളിക്ക് പിടി കിട്ടി. മൂത്തവന് മനസ്സിലായത് അപ്പന്റെ സാധനം എനിക്കുള്ളതാണ്. പുള്ളിക്ക് പിടി കിട്ടി. പുള്ളിയുടെ കൂടെ കൂടി അപ്പന്റെ കൂടെ. എല്ലാവരും ഓപ്പോസിറ്റ് സംസാരിക്കുന്നു. പുള്ളിയെ പറ്റി ശരിയായിട്ടല്ല സംസാരിക്കുന്നത്. ഞാൻ പറയുന്നത് പുള്ളിയെ ബുദ്ധിമാൻ, ശരിയല്ലേ ഞാൻ പറയുന്നത്? പുള്ളി അപ്പന്റെ കൂടെ കൂടി. പുള്ളിക്കൊരു അസൂയ വന്നത് എപ്പോഴാണ്? ലാസ്റ്റ് മൂമെന്റിലാണ്. കാരണം ഇത്രയും ഞാൻ കൂടെ നിന്നിട്ട് പുള്ളി എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ഒരു ആടിനെ പോലും പൊറിച്ച് തന്നില്ലല്ലോടെ സങ്കടം നമുക്കങ്ങനെ ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാൻ അപ്പന്റെ കൂടെ ഈ വിശുദ്ധി വേർപാടൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് ഒരു വിടുതൽ കിട്ടുന്നില്ല, അല്ലേ? അങ്ങോട്ട് കർത്താവിന് തരാത്തുന്നൊക്കെ ഒരു തോന്നൽ നമുക്ക് വരും. അതെന്തുകൊണ്ടാ? അത് കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാ, കൂടുതൽ സ്നേഹിക്കുന്നുണ്ടാണ്. നമ്മളൊന്ന് ദേഷ്യപ്പെട്ട ദൈവത്തോട് ചോദിച്ചു നോക്കി, ദൈവം അമ്മയുടെ അടുത്ത് പാവമാണ് കർത്താവ്. യേശു ഭയങ്കര പാവം, നമുക്ക് അറിയാൻ പറ്റില്ല. ബ്രദർ, എത്ര പ്രാവശ്യം നമ്മൾ എല്ലാം ഡിസംബർ 12-ന് എന്തല്ലോ നമ്മൾ പറയുന്ന കർത്താവോട്, എന്നിട്ട് നമ്മൾ ഇതിൽ നിർത്തിക്കുന്നുണ്ട്. കർത്താവ്, ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിക്കും, 5 മണിക്കൂർ ഉപവസിക്കും, അല്ലേ? ഞാനും സുവിശേഷം പറയും, എഴുന്നേറ്റ് എന്തെല്ലോ പ്രബോധന പറയാൻ സഭയ്ക്കകത്ത്. എന്നിട്ട് ആ ഒരു വർഷം 12 മാസം കൊടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ബ്രദറെ? നമ്മളെന്തെല്ലാം കർത്താവിനെ പറ്റിക്കുന്നു, ശരിയല്ലേ? എന്തെല്ലാം കർത്താവിനെ പറ്റിക്കുന്നു, അല്ലേ? എന്നിട്ടും പാവത്തിന് നമ്മൾ ചോദിച്ചാൽ തരത്തില്ല. ഇത്ര പാവമാണ്. നമ്മളാണെങ്കിൽ പോയി പണി നോക്കാൻ പോരല്ലേ? നമ്മൾ മനുഷ്യരാണെങ്കിൽ 2-3 പ്രാവശ്യം നമ്മളെ പറ്റിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? നീ പണി നോക്കാൻ പറയും. നീ എന്തിനാ നീ വാക്ക് പാലിച്ചാൽ നീ വാക്ക് പറയാൻ പാലിക്കാത്തവരാന്ന് പറയും. നമ്മളങ്ങനെ പറയത്തില്ലേ? പക്ഷെ കർത്താവോട് എത്ര നമ്മൾ കർത്താവിനെ പറ്റിച്ചാലും പിന്നെ എന്നിട്ട് ചോദിച്ചാൽ കൊണ്ടുപോയിക്കൊള്ളാൻ പറയും. ശരിയല്ലേ പറയുന്നത്? ഇതുപോലൊരു പാപം യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഓക്കെ, ജഡ്ജ്മെന്റ് ഉണ്ട്, അത് വേറെ കാര്യം. അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഉണ്ട്, നമ്മളെല്ലാം പിടിക്കും, അത് വേറെ കാര്യം. ഓരോരുത്തരെ മാറ്റി നിർത്തും, കാര്യങ്ങളൊക്കെ ചോദിക്കും. അതിന് നമ്മളിവിടെ ക്രമീകരിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ വിശുദ്ധ ജീവിതം നയിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ശുദ്ധീകരണം പ്രാവശ്യമേ പറ്റത്തുള്ളൂ, റിപ്പന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അവിടെ ചെന്ന് പിടിക്കുക, അത് വേറെ കാര്യം. അതിന് വേറെ നമ്മളെ ചെവിക്ക് പിടിക്കും. പക്ഷെ ഇവിടെ മര്യാദയ്ക്ക് നടന്നോണം, അത് വേറെ കാര്യം, അത് വേറെ ഡിവിഷനാണ്. പക്ഷെ ഇവിടുത്തെ കാര്യം നമ്മുടെ പ്രശ്നങ്ങൾ മാറണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതാ സൗഖ്യമാക്കുമെന്ന്, വിടുതൽ കിട്ടുമെന്ന് പറ. പക്ഷെ എന്നും ഒരു കാര്യം പ്രാർത്ഥിച്ചോളാം കേട്ടോ, നിത്യത്തെക്കുറിച്ച് പ്രാർത്ഥിച്ചോ. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിത്യത്തെ പ്രാർത്ഥിച്ചോ. അത് നമ്മളെ ഓരോരുത്തരും പോയി നിൽക്കണം. നമ്മുടെ വൈഫ് കൂടെ നിൽക്കത്തില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നിൽക്കത്തില്ല. അത് നമ്മൾ ഒറ്റയ്ക്ക് നിന്നോണം. നിനക്ക് ഇത്രയൊക്കെ അവസരങ്ങൾ തന്നിട്ട് നീ പ്രാർത്ഥിച്ചോ, ഇത്ര വിശുദ്ധ ജീവിതം നയിച്ചോ? അതെല്ലാം ദൈവം ചോദിക്കും. അതുകൊണ്ട് അത് നമ്മൾ സ്വാർത്ഥരായിരിക്കണം. എന്തിനാ അതിന്റെ സ്വാർത്ഥത? നിത്യതയ്ക്ക് സ്വാർത്ഥതയായിരിക്കും. അത് മക്കൾ പറഞ്ഞാലും ശരി, ഭർത്താവ് പറഞ്ഞാലും ശരി, അത് ബിബ്ലിക്കൽ അല്ലെങ്കിൽ ബൈബിളിനെതിരാണ്, അല്ലെങ്കിൽ കർത്താവിനെ ദ്രോഹിക്കുന്നതാണ്, കർത്താവിനെ വേദനിപ്പിക്കുന്ന കേസുകളാണ് പറ്റത്തില്ലെന്ന് പറയുന്നത്. ശരിയല്ലേ? പറ്റത്തില്ലെന്ന് പറയും. അത് വേണ്ടെന്ന് പറയും, ഈ പറ്റത്തില്ലെന്ന് പറയും. കാരണം എന്താ? അത് ശരിയാവില്ല, കാരണം അത് പാപം അല്ലേ, അത് വേണ്ടെന്ന് പറയും. അവിടെ രാത്രി കണ്ണുടയ്ക്കാൻ പ്രാർത്ഥിക്കാം, ദിവസം എഴുന്നേറ്റിരിക്കാം. The name of Jesus. പുതുക്കം കർത്താവ് ചെയ്യാൻ പോവാ. യെസ്, പുതിയൊരു ഉടുപ്പ് തയ്ക്കാൻ പോവാം, പുതിയ കർത്താവ് ചെയ്യാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ, യെസ്, യേശുവിന്റെ നാമത്തിൽ കർത്താവ് തന്നെ ഇടപെടുന്നത്. പുതിയത് കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പുതിയത് ചെയ്യുന്നു. കർത്താവ് എല്ലാം പുതിയതാക്കി ചെയ്യാൻ പോവാം. ചൂടോടുകൂടി വെളി വരാൻ പോവാം. ചൂടോടുകൂടി വെളി വരാൻ പോവാം. തണുത്തല്ല കർത്താവ് തരാൻ പോകുന്നു, ചൂടോടുകൂടി വെളി വരാൻ പോവാം. യെസ്, the name of Jesus. വലിയ വ്യത്യാസം വരാൻ പോവാം. കർത്താവ് എല്ലാവരെയും കർത്താവിന്റെ കരം ഏൽപ്പിക്കുന്നു. തെളിവിനെ സമർപ്പിക്കുന്ന കർത്താവേ, the name of Jesus, the name of Jesus, the name of Jesus, the name of Jesus, the name of Jesus. യേശുവിന്റെ നാമത്തില് അങ്ങനെ പതിനെ പറയുന്നില്ല. എല്ലാവരും ഒരു സറണ്ടർ കൊടുത്താലും, hallelujah, behold I will do the new thing, I will even make
എ വേ ഇൻ ദ വൈൽഡ്നെസ്സസ് ആൻഡ് റിവർ ഇൻ ദ ഡെസേർട്ട്. രാത്രി കർത്താവേ, മരുഭൂമി ഞങ്ങൾക്ക് വേണ്ടി വഴിയൊരുക്കുന്ന ദൈവത്തിനായ സ്തോത്രം. പുതിയത് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിനായ സ്തോത്രം. അത്ഭുതം ചെയ്യാൻ പോകുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാചിനെ മാറി നിൽക്കാൻ കൽപ്പിക്കുക. ഡീമൻസിനെ ശാസിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിലൂടെ ജീവിതത്തെ മാറി നിൽക്കട്ടെ. അന്ധകാരത്തെ മാറി നിൽക്കാൻ കൽപ്പിക്കുകയാണ്. ദ നെയിം ഓഫ് ജീസസ്. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. പ്രതിപക്ഷങ്ങൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ, ശാന്തരാഗസ്ഥിനി അന്യഭാഷ പ്രാർത്ഥിച്ചാലും, തടസ്സങ്ങൾ മാറാൻ പ്രാർത്ഥിച്ചാലും, അത്ഭുതങ്ങൾ നടക്കാൻ പ്രാർത്ഥിച്ചാലും, യേശുവിന്റെ നാമത്തിൽ അഭിഷേകം നടക്കട്ടെ. രോഗത്തെ ഞാൻ ശാസിക്കുന്നു, രോഗാത്മാവിനെ ശാസിക്കുന്നു. ബി ഹീൽ ദ നെയിം ഓഫ് ജീസസ്. ബി ഹീൽ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാവിനെ ശാസിക്കുന്നു. രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാലും ഇപ്പോൾ അത് വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ എല്ലാ രോഗാത്മാവിനെ ശാസിക്കുന്നു. രോഗാത്മാവ് വിട്ടുമാറാൻ കൽപ്പിക്കുകയാണ്. മുന്നിൽ തടസ്സം നിൽക്കുന്ന ആത്മാവെല്ലാം മാറി നിൽക്കട്ടെ. രാത്രിയിലാണ് ഇവരെ തടസ്സമാക്കുന്നതെല്ലാം മാറട്ടെ. ഞങ്ങളെ തടസ്സമാക്കുന്നതെല്ലാം മാറാൻ കൽപ്പിക്കുകയാണ്. ദ നെയിം ഓഫ് ജീസസ്. ഐ കമാൻഡ് യു റൈറ്റ് നൗ മൂവ്. യേശുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു, മാറാൻ, മുന്നിൽ നിന്ന് മാറാൻ. അപകടങ്ങൾ മാറട്ടെ, അനർത്ഥങ്ങൾ മാറട്ടെ, കടഭാരങ്ങൾ മാറട്ടെ. ദ നെയിം ഓഫ് ജീസസ്. രോഗാത്മാവിനെ ശാസിക്കുകയാണ്. വഴികൾ തുറക്കട്ടെ കർത്താവ്. ഞാൻ പുതിയത് ചെയ്യും. യെസ്, ഞങ്ങൾ വിശ്വസിക്കുന്നു.